നന്ദു, ആദ്യം തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാടിലേക്ക് നമുക്കൊന്ന് വരാം. രാഹുൽ പറഞ്ഞത് ഈ വിഷയം ഒന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി എന്താണെന്ന് അറിയട്ടെ, അവിടെ തീരും ആ പ്രശ്നം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ വിഷയം ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത പ്രതിപക്ഷത്തെ അറിയിക്കുകയാണ്. പക്ഷേ ചർച്ച ചെയ്യാൻ കൂട്ടാക്കാതെ, ആ വിഷയത്തിൽ ഇരുന്നു തരാതെ പാർലമെന്റ് സമ്മേളിച്ച ഈ കഴിഞ്ഞ 3 ദിവസവും സഭ അലങ്കോലപ്പെടുത്തുന്ന സമീപനത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുകയായിരുന്നു. ഇന്നലെ ലോ കല്യാൺ മാർഗിൽ നടന്ന സമരം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ CJPയുടെ ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്, പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിനു പുറമെ രാഹുൽ കോൺഗ്രസ് MP-മാരെ കൂട്ടി അവിടെ പോയി മറ്റൊരു പ്രതിഷേധം നടത്തുകയാണ് ചെയ്തത്. അതാണ് വേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ? ഞാൻ അതിലേക്ക് തീർച്ചയായിട്ടും വരാം. പക്ഷേ അതിനു മുൻപ് ഇവിടെ 2 പ്രതിനിധികൾ എനിക്ക് മുൻപ് സംസാരിച്ച, ഒന്ന് ശ്രീ ഹാരിഫ് ഹുസൈൻ, അതേപോലെ തന്നെ LDFൻ്റെ പ്രതിനിധി, അദ്ദേഹവും സംസാരിച്ചു. അവർ രണ്ടുപേരും എനിക്ക് ഹാരിഫ് ഹുസൈൻ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വ്യക്തത വരുത്താനും, അതുപോലെ തന്നെ LDFൻ്റെ പ്രതിനിധി പറഞ്ഞത് അട്ടർ ന്യൂസൻസ് അല്ലെങ്കിൽ ഒരു കള്ളമാണ്, പച്ചക്കള്ളമാണ് എന്ന് പ്രതിപാദിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് മെയ് മാസം 3-ാം തീയതിയാണ് നീറ്റ് എക്സാം നടക്കുന്നത്. മെയ് മാസം 7-ാം തീയതി, അതായത് നീറ്റ് എക്സാം നടന്ന് 4-ാമത്തെ ദിവസം ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ, അതായത് ചോർച്ച നടന്നിട്ടുണ്ട് എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA എന്ന് പറയുന്ന സർക്കാർ ഏജൻസി കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായി NTA മെയ് 8-ാം തീയതി, അതായത് 5-ാമത്തെ ദിവസം തന്നെ ആ വിവരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസിനും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിനും വിവരങ്ങൾ കൈമാറിക്കൊണ്ട് ക്രിമിനൽ അന്വേഷണം ആരംഭിക്കുകയാണ്. അതായത് ഈ വിഷയം കണ്ടെത്തിയത് സർക്കാർ സംവിധാനമാണ്. ആ സംവിധാനം കണ്ടെത്തിയ ഉടനെ തന്നെ അത് വിത്തിൻ നോ ടൈം അത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ഏജൻസികൾക്ക് ഏൽപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ മെയ് 12-ാം തീയതി പരീക്ഷ ഔദ്യോഗികമായി റദ്ദാക്കിയതായും ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി CBIക്ക് കത്ത് കൈമാറിയതായിട്ടും NTA അറിയിക്കുന്നു. മെയ് 15, അതായത് എക്സാം നടന്ന് 12-ാമത്തെ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടക്കുന്നു. കുട്ടികൾക്കുണ്ടായിട്ടുള്ള വലിയ വിഷമത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം അത് താൻ ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു പറയുന്നു. അതിനോടൊപ്പം അദ്ദേഹം പറയുന്നു, ഇനി രാജ്യത്ത് ഒരു കാലത്തും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷയും കുട്ടികൾക്ക് ഇത്തരത്തിൽ പേപ്പർ ലീക്ക് കാരണം അവർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന രീതിയിൽ രാജ്യത്താകമാനം നീറ്റ് ടെസ്റ്റുകൾ ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളായി അടുത്ത വർഷം മുതൽ ആരംഭിക്കും എന്ന് അദ്ദേഹം രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് ഉറപ്പ് നൽകുന്നു. അത് കഴിഞ്ഞ് ജൂൺ 21-ന് 2-ാമത്തെ നീറ്റ് എക്സാം നടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ, ഈ കാര്യങ്ങൾ ഇതൊന്നും ഒരു പ്രതിപക്ഷ സംഘടന ആവശ്യപ്പെട്ടിട്ട് ചെയ്തതല്ല. അന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം CBIക്ക് കൈമാറണമെന്ന് ആരും പറയുന്നതിന് ഒരു പ്രതിപക്ഷ പാർട്ടിയോ CJP എന്ന് പറയുന്ന ഇന്നലെ ഉണ്ടായിട്ടുള്ള പാർട്ടിയോ പറയുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏത് നിലയ്ക്കാണോ പ്രവർത്തിക്കേണ്ടത്, അവർ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹത്തെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണോ കാണുന്നത്, ആ പ്രാധാന്യം അവിടുത്തെ സാധാരണപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി. നിങ്ങൾ നോക്കേണ്ടത്, CBI അന്വേഷിച്ചു, 12 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ പലരെയും നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കാരായി ഉൾപ്പെടെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അവരെയും അറസ്റ്റ് ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതിന് കീഴിലുള്ള ഈ പറയുന്ന രാജ്യത്തെ ഭരണ സംവിധാനവും. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് ഈ CJP എന്ന് പറയുന്ന ഓൺലൈൻ പാർട്ടി അവർ ഇറങ്ങി നിന്നിട്ട് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്ന ധാർമ്മികതയിലോ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന അക്കൗണ്ടബിലിറ്റിയിലോ എന്തെങ്കിലും തരത്തിലുള്ള ന്യായമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പറയുന്ന അക്കൗണ്ടബിലിറ്റി എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കോൺഗ്രസ് പറയുന്നത് രാജ്യത്ത് ഇത്തരം ചോർച്ചകൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭകളും ഉണ്ടായ കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പേപ്പർ ലീക്കുകളും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ചില സാഹചര്യങ്ങളും ചില പേപ്പർ ലീക്കുകളും വായിക്കാം. അതായത് 2004 CBSEയുടെ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എക്സാം പേപ്പർ ലീക്കായി. 2006 +2 അക്കൗണ്ടൻസി പേപ്പർ ലീക്കായി CBSEയുടെ. 2007 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗിൻ്റെ പേപ്പർ ലീക്കായി
2008 പ്രീ മെഡിക്കൽ ടെസ്റ്റിൻ്റെ പേപ്പർ ലീക്കായി. 2012 എയിംസിൻ്റെ എൻട്രൻസ് എക്സാം പേപ്പർ ലീക്കായി. 2013 മഹാരാഷ്ട്ര HSCയുടെ പേപ്പർ ലീക്കായി. 2013 രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി പേപ്പർ ലീക്കായി. 2013 തന്നെ രാജസ്ഥാനിലെ PSC പേപ്പർ ലീക്കായി. 2014 CBSEയുടെ 10ാം ക്ലാസ് എക്കണോമിക്സ് പേപ്പർ ലീക്കായി. 2014 തന്നെ 10ാം ക്ലാസ് മാത്സ് പേപ്പർ ലീക്കായി. അതിനോടൊപ്പം കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിനകത്ത് നസീമും ശിവരഞ്ജിത്തും ഉത്തരക്കടലാസുകൾ SFIക്കാരായിട്ടുള്ള നസീമും ശിവരഞ്ജിത്തും ഉത്തരക്കടലാസ് ഉൾപ്പെടെയുള്ളത് അവരുടെ വീടുകളിൽ കൊണ്ടുവച്ച് പോലീസ് ഈ ക്രിമിനലുകളെ അന്വേഷിച്ച് പോകുമ്പോൾ മാത്രം കണ്ടെത്തിയത് കൊണ്ട് മാത്രം ഈ പറയുന്ന ടെസ്റ്റുകളിലൊക്കെ ഒട്ടേറെ ക്രമക്കേടുകൾ നടന്നു എന്ന് കണ്ടെത്തുന്നു. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ 2026 VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ PSCയുടെ ചോദ്യപേപ്പർ ചോർന്നു. അതുപോലെ തന്നെ കേരളത്തിനകത്ത് PSC പോലുള്ള സംവിധാനങ്ങൾക്കകത്ത് നിരന്തരമായി അവരുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നു. അതുപോലെ തന്നെ അഡ്വൈസ് മെമ്മോ അയച്ചിട്ട് ജോലി കിട്ടാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ അക്കൗണ്ടബിലിറ്റി എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നില്ല? എന്തുകൊണ്ട് 2004 മുതൽ 2014 വരെയുള്ള ഈ കാലഘട്ടത്തിൽ എയിംസിൻ്റെ ഉൾപ്പെടെ ചോദ്യപേപ്പർ ചോർന്നിട്ട് എന്തുകൊണ്ട് മൻമോഹൻ സിംഗ് രാജിവെക്കണമെന്നോ അന്നത്തെ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയോ രാജിവെക്കണമെന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ആഗ്രഹിച്ചില്ല? ഇവിടെ VD സതീശൻ 2026 VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇരിക്കുമ്പോൾ PSCയുടെ ചോദ്യപേപ്പർ ചോർന്നപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ VD സതീശൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാക്കന്മാരോ CPMO പറയുന്നില്ല? എന്തുകൊണ്ട് PSCക്കകത്ത് ഇത്തരത്തിൽ ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, നസീം ഉൾപ്പെടെയുള്ള ആളുകൾ വ്യാജമായി ഉത്തരക്കടലാസ് വരെ, ചോദ്യപേപ്പർ മാത്രമല്ല ഉത്തരക്കടലാസ് OMR ഷീറ്റ് വരെ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആ വകുപ്പ് മന്ത്രിമാരോ ഒക്കെ രാജിവെക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല? അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ടാണ്. ഇത് കേവലമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി, രാഷ്ട്രീയത്തിൻ്റെ ഒരു ഷോ ഓഫിനും വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ 20 ദിവസമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. എവിടെയാണ് പോയതെന്ന് ഇതുവരെ കോൺഗ്രസ് പാർട്ടിക്ക് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു സംവിധാനങ്ങൾക്കും അറിയപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ രാഹുൽ ഗാന്ധി ആരുമായി ചർച്ച നടത്താനാണ് വിദേശത്ത് പോയത്? ഏത് വിദേശ രാജ്യത്തായിരുന്നു രാഹുൽ ഗാന്ധി വന്ന ദിവസം മുതൽ എങ്ങനെയാണ് പൊടുന്നനെ അക്രമ സമരങ്ങൾ ഉൾപ്പെടെ രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും സെക്യൂരിറ്റി സോണായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് രാഹുൽ ഗാന്ധി ഇന്റലിജൻസ് സംവിധാനങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ, അതായത് സത്യവാചകം ചൊല്ലി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഈ പറയുന്ന രാജ്യത്തെ മുഖ്യമന്ത്രിമാരെയും MP-മാരെയും ഉൾപ്പെടെ കൊണ്ടുവന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലുള്ള അതീവ സുരക്ഷാ മേഖലയെ അടച്ചിട്ട് കുറേ നേരത്തേക്ക് ടെൻഷൻ ഉണ്ടാക്കിയത് എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിശദീകരിക്കണം. അതുപോലെ രാഹുൽ ഗാന്ധി തിരിച്ചു തലസ്ഥാനത്ത് എത്തുന്ന കാലത്തൊക്കെ, ഇതുപോലെ വെക്കേഷൻ ഓരോടത്ത് പോയിട്ട് തിരിച്ച് തലസ്ഥാനത്ത് എത്തുന്ന സമയത്തൊക്കെ മണിപ്പൂർ കലാപത്തിൽ ഉൾപ്പെടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ CJP ഉണ്ടാക്കിയ കലാപത്തിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകൾ വളരെ സസ്പീഷ്യസ് ആയി കാണുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മറുപടി പറയണം. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് കേവലം ഒരു വിഷയത്തിൽ മാത്രമുള്ള ചോദ്യത്തിനുള്ള മറുപടിയല്ല. അക്കൗണ്ടബിലിറ്റി നമുക്ക് നോക്കാം. 2004 മുതൽ 2026 വരെയുള്ള ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് നമുക്ക് അക്കൗണ്ടബിലിറ്റി നോക്കാം. ആ അക്കൗണ്ടബിലിറ്റിക്ക് നിങ്ങൾ മറുപടി പറയണം. ഒരു കാര്യം കൂടി ഞാൻ തറപ്പിച്ചു പറയുന്നു. രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, രാജ്യത്തെ യുവജന സമൂഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരുടെ ഓരോ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ രാജ്യത്തെ സർക്കാർ മുന്നോട്ട് പോകുള്ളൂ. അത് നീറ്റ് എക്സാമിൽ നിങ്ങൾ നോക്കൂ, രാജ്യത്തെ സുരക്ഷാ സംവിധാനത്തിൻ്റെ എത്രത്തോളം വലിയ സുരക്ഷാ സംവിധാനം കൊടുക്കാൻ സാധിക്കുമോ. റീടെസ്റ്റ് നടന്നപ്പോൾ എയർഫോഴ്സിൻ്റെ ചോപ്പറിലാണ് റീടെസ്റ്റിനുള്ള ഈ എക്സാം പേപ്പറുകൾ കൊണ്ടുപോയത്. അതിനുശേഷം ആ പറയുന്ന എക്സാം സെൻറ്ററുകളൊക്കെ വളരെ നല്ല രീതിയിൽ എയർഫോഴ്സിനെ അവിടുത്തെ ആർമി ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവിടുത്തെ എല്ലാ പഴുതടച്ച സുരക്ഷകൾ എന്തുകൊണ്ട് സർക്കാർ ഒരുക്കി? കാരണം ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ നാളത്തെ രാജ്യത്തിൻ്റെ ഭാവിയാണ് എന്ന ഉറച്ച കാഴ്ചപ്പാട് ഭാരതീയ ജനതാ പാർട്ടിക്കും ഈ സർക്കാരിനുമുണ്ട്, നരേന്ദ്രമോദിയുടെ സർക്കാരിനുമുണ്ട്. പക്ഷേ നിങ്ങൾ ഈ നാട്ടിൽ ഒളിച്ചു കളിക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ. ഞാൻ ചോദിക്കട്ടെ, നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർന്നത് 2024 2026 നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർന്നത് ഏതെങ്കിലും തരത്തിലുള്ള സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണോ? ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന മന്ത്രിസഭയുടെ ഭാഗമായിട്ടാണോ ചോർന്നത്? അല്ലല്ലോ. ചോർന്നത് എങ്ങനെയാണ്? ഒരു അധ്യാപകൻ 2024 ഒരു അധ്യാപകൻ സ്ട്രോങ് റൂമിൻ്റെ കീ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി സ്ട്രോങ് റൂമിൻ്റെ കീ കൊടുത്തുകൊണ്ട് ഫോട്ടോ എടുത്ത് പുറത്തു പോകുന്നു.
ഈ പറയുന്ന നീറ്റിന്റെ ചോദ്യപേപ്പർ മോഷ്ടിക്കാൻ കൂട്ടുനിന്ന ആ അധ്യാപകൻ ഇന്ന് സർവീസിലില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നിലപാടുണ്ടാക്കിയത്? നിങ്ങളുടെ ഈ പരീക്ഷകളിലൊക്കെ ഈ ചോദ്യപേപ്പർ ലീക്കാക്കി കൊടുത്തവരെല്ലാം ഇന്ന് പല സംസ്ഥാനങ്ങളിലും അധ്യാപകന്മാരായി വിലസുന്നുണ്ട്. അന്നൊന്നുമില്ലാത്ത നിങ്ങളുടെ ഈ ഷോ ഇന്ന് നിങ്ങൾ ഇറക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷത്തിന് സ്പേസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് കൃത്യമായി രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്.